സൂസനുള്ള മിസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി നമസ്കാരം. ഇലയാത് മലഞ്ചെരുവിലെ കോലാട്ടിൻ കൂട്ടം പോലെ നിൻ്റെ തലമുടി. ഹൂസ് ദാറ്റ്? നിങ്ങൾക്കറിയാം? ഐ ഡോണ്ട് നോ. ആരാണ് ഗിലിയാദ് മലഞ്ചെരുവിലെ കോലാട്ടിൻ കൂട്ടം പോലെ തലമുടിയുള്ളത്? ശലോമോൻ രാജാവ് ആരെ പറ്റിയാണ് ഇങ്ങനെ വർണ്ണിച്ചിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ 2 മാസമായിട്ട് ഈ ഗിലിയാദ് മലഞ്ചെരുവിലെ കോലാട്ടിൻ കൂട്ടം പോലെ നിൻ്റെ തലമുടി എന്ന് ഉള്ള ആ വചനം എന്നിങ്ങനെ ക്ലിക്കായി ഇങ്ങനെ കിടക്കുകയായിരുന്നു. പിന്നെ 2 ആഴ്ച മുമ്പ് എൻ്റെ പ്രിയൻ എത്ര സുന്ദരൻ, എൻ്റെ പ്രിയൻ എന്നും സുന്ദരൻ, 7 അഴകല്ല 17 അഴകല്ല എന്നും പറഞ്ഞ് സാധാരണ നമ്മൾ കേട്ടതിലും വിഭിന്നമായിട്ട് നമ്മൾ പണ്ട് തൊട്ട് കേൾക്കുന്ന ആരെങ്കിലും ഒരുവൻ 10 സുന്ദരൻ, എൻ്റെ പ്രിയനേക്കാൾ സുന്ദരൻ ആരുമില്ല. അതൊന്നും ഞാനൊന്ന് മാറ്റി പിടിച്ചതാണ്. അപ്പോൾ ഒന്ന് കേട്ട് നോക്കുക. അപ്പം വ്യാഴാഴ്ച അപ്പം ആ ലൈനും ഈ ഗിലിയാദ് മലഞ്ചെരുവിലെ എല്ലാം കൂടെ കണക്ട് ചെയ്തിട്ട് ഞാൻ ബൈബിളെടുത്ത് നോക്കിയിട്ട് കഴിഞ്ഞ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ഞാൻ ബൈബിളെടുത്ത് നോക്കി. പിന്നെ ആ ഉത്തമത്തിൽ മുങ്ങിത്തപ്പിയപ്പോൾ ചില വിലയേറിയ മുത്തുകളും പവിഴങ്ങളും ഒക്കെ കിട്ടി. അതിനൊരു മാല ഓർത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. എൻ്റെ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഞാൻ മാല എന്ന് കഴുത്തിൽ അണിഞ്ഞ് തരികയാണ്. അപ്പോൾ ഈ പാട്ട് പാടി പഠിക്കണമെങ്കിൽ വലിയ ബുദ്ധിമുട്ട്. പല പ്രാവശ്യം കേട്ടാൽ ഇത് ബൈ ഹാർട്ട് ആകത്തുള്ളൂ. അത് ഞാനൊരു ഐഡിയ പറയാം. പാടി കാണാതെ പഠിക്കണം എന്നുള്ളവർക്ക് ചിലപ്പോൾ നമ്മൾ ഇത് കേട്ട് പാടി വരുമ്പോൾ ചിലപ്പോൾ തലമുഴ സ്ഥാനത്ത് പല്ലാകും, പല്ല സ്ഥാനത്ത് മൂക്കാകും, മൂക്കിൻ്റെ സ്ഥാനത്ത് കണ്ണാകും. അതുകൊണ്ട് ഞാനൊരു ഐഡിയ പറയും. ഇത് ഒരു 19-18 ലൈനുള്ളൊരു പാട്ടാണ്. ഞാനൊരു തട്ടിക്കൂട്ട് പാട്ട്, തട്ടിക്കൂട്ട് ദോശ എന്നൊക്കെ പറയാം, അതുപോലെ ഒരു തട്ടിക്കൂട്ടിയ പാട്ടാണ്. അപ്പോൾ ഒരു പേപ്പറോ ഡയറിയോ എടുത്തിട്ട് ഇത് ഓരോ ലൈനായിട്ട് എഴുതി പഠിച്ചാൽ പെട്ടെന്ന് പഠിക്കാൻ നോക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നിങ്ങൾ പാട്ട് കേട്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ മനസ്സിലോട്ട് പാട്ട് വരുന്നത് ഞാൻ ഒരു വരി പോലും എഴുതാൻ എനിക്ക് യോഗ്യതയില്ല. 2009 തൊട്ട് ജീസസ് എൻ്റെ മനസ്സിലേക്ക് പാട്ട് വരുന്നു. ഭൂതന്മാർ പാട്ട് എഴുതുന്നു, അവർ ട്യൂൺ ചെയ്യുന്നു. ഞാൻ വെറും ഒരു ഇൻസ്ട്രുമെൻറ്റ് മാത്രം. അപ്പം നിങ്ങൾ കൊടുക്കുന്ന ഓരോ ലൈക്കും ഷെയറും സബ്സ്ക്രിപ്ഷനും കാണുമ്പോൾ ജീസസ് അവിടെ സന്തോഷിക്കുകയാണ്. ആരുടെ പാട്ടാണ്? ഇതെൻ്റെ പാട്ടല്ല. ജീസസ് നിങ്ങൾ കൊടുക്കുന്ന ഗിഫ്റ്റാണ്. ആ ഗിഫ്റ്റ് അങ്ങോട്ട് കൊടുക്കുമ്പോൾ അനുഗ്രഹം നിങ്ങളിലേക്ക് ഒഴുകുന്നതായിരിക്കും. അപ്പം നിങ്ങളുടെ ആ സ്നേഹം ആ ജീസസിൻ്റെ പാട്ടിന് ലൈക്കായിട്ടും ഷെയറായിട്ടും സബ്സ്ക്രിപ്ഷനായിട്ടും കൊടുക്കുക. ദൈവം ധാരാളമായി എല്ലാവരും അനുഗ്രഹിക്കട്ടെ. നിങ്ങളെല്ലാവരും പ്രാർത്ഥനയിൽ എന്നെയും ഓർത്ത് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പാട്ട് എനിക്കും ബൈ ഹാർട്ടല്ല, ഞാൻ പാടാൻ ട്രൈ ചെയ്യാം. ഓക്കെ. എൻ്റെ പ്രിയൻ എത്ര സുന്ദരൻ, എൻ്റെ പ്രിയൻ എന്നും സുന്ദരൻ, എൻ്റെ പ്രിയൻ എത്ര സുന്ദരൻ, എൻ്റെ പ്രിയൻ എന്നും സുന്ദരൻ. 7 അഴകല്ല 17 അഴകല്ല, 7 അഴകല്ല 17 അഴകല്ല, എഴുതുവാനാവില്ല എനിക്ക്. ഗിലിയാദ് മലഞ്ചെരുവിലെ കോലാട്ടിൻ കൂട്ടം പോലെ നിന്റെ തലമുടി, അതിവിശേഷമായ തങ്കം പോലെ നിന്റെ ശിരസ്, മൂടുപടത്തിൻ നടുവിൽ മാതളപ്പഴത്തിൻ കണ്ടം പോലെ നിന്റെ ചെന്നി, നീർത്തോടുകൾക്കരികെയുള്ള പ്രാവ് പോലെ നിന്റെ കണ്ണ്, ലബാനോന്റെ ഗോപുരം പോലെ നിന്റെ മൂക്ക്. എൻ്റെ പ്രിയൻ എത്ര സുന്ദരൻ, എൻ്റെ പ്രിയൻ എന്നും സുന്ദരൻ. 7 അഴകല്ല 17 അഴകല്ല, 7 അഴകല്ല 17 അഴകല്ല, എഴുതുവാനാവില്ല എനിക്ക്. സുഗന്ധ സസ്യങ്ങളുടെ തടം പോലെ നിന്റെ കവിളുകൾ, രോമം കത്തിരിച്ച് കുളിച്ചു വരുന്ന ആടുകളെ പോലെ നിന്റെ പല്ലുകൾ, ചുവന്ന താമര പോലെ നിന്റെ അധരം, ദന്തഗോപുരം പോലെ നിന്റെ കഴുത്ത്, ഗോമേതകം പതിച്ച സ്വർണ്ണനാളം നിന്റെ കൈകൾ. എൻ്റെ പ്രിയൻ എത്ര സുന്ദരൻ, എൻ്റെ പ്രിയൻ എന്നും സുന്ദരൻ. 7 അഴകല്ല 17 അഴകല്ല, 7 അഴകല്ല 17 അഴകല്ല, എഴുതുവാനാ
സുന്ദരൻ, എൻ്റെ പ്രിയൻ എത്ര സുന്ദരൻ, എൻ്റെ പ്രിയൻ എന്നും സുന്ദരൻ. ഏഴഴകല്ല 17 ഏഴഴകല്ല 17 എഴുതുവാനാവില്ലെനിക്ക്. എൻ്റെ പ്രിയൻ എത്ര സുന്ദരൻ, എൻ്റെ പ്രിയൻ എന്നും സുന്ദരൻ. ഏഴഴകല്ല 17